പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങിയിരുന്നതാണ്. അതിർത്തിയിൽ വെടിവെപ്പ് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അതിർത്തിയിൽ വെടിവെപ്പ് പൂഞ്ചിലും രജൌരിയിലുമാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഷെല്ലാക്രമണത്തിൽ ഗ്രാമീണർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമീണർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരപരാധികൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് പാകിസ്ഥാന്റെ പ്രതികരണം ഇതേ രീതിയിലാണ്. പൂഞ്ചിലും രജൌരിയിലും സാധാരണക്കാർക്ക് നേരെയുള്ള ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ചില ഗ്രാമീണർക്ക് പരിക്കേറ്റിരുന്നു. ഇപ്പോൾ 10-ലേറെ ഗ്രാമീണർ, ഇന്ത്യൻ ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമാണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത്. തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ഇതാണ്. അതിർത്തിയിൽ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുവാനാണ് പാകിസ്ഥാന്റെ നീക്കം. സൈനികർക്ക് നേരെയും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് നേരെയുമുള്ള ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അല്പസമയം മുമ്പ് പാകിസ്ഥാൻ അസംബ്ലിയിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് തിരിച്ചടിക്കുമെന്ന്. അതേ രീതിയിൽ തന്നെ പാകിസ്ഥാൻ രാവിലെ തന്നെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെ അതിർത്തിയിൽ വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ ഷെല്ലാക്രമണം പൂഞ്ചിലും രജൌരിയിലുമായിട്ട് ഗ്രാമീണർ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അതേ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് പാകിസ്ഥാൻ അസംബ്ലിയിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു അവിടെ ഇന്ത്യക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരെ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തി ഇന്ത്യ എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ലോകത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് അതിർത്തിയിൽ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് നേരെ പ്രകോപനപരമായി തന്നെ ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് നിരവധി വീടുകൾ അടക്കം തകർത്തുകൊണ്ടുള്ള ഒരു ആക്രമണം ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ സൈന്യം പുലർച്ചെ 1 മണിക്ക് ആയിരുന്നു ആക്രമണം നടത്തിയത്. 25 മിനിറ്റ് മാത്രമായിരുന്നു ആ ആക്രമണം നീണ്ടു നിന്നത്. അപ്പോഴാണ് 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. അത് മാത്രവുമല്ല, ഒരു സാധാരണക്കാരനായ പൗരന് പോലും പരിക്കേൽക്കാത്ത തരത്തിലുള്ള ആക്രമണം ഇന്ത്യ നടത്തുന്നു. ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ ഏത് എന്ന് പോലും വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതായത് കടുത്ത ആയുധങ്ങളൊന്നും പ്രയോഗിച്ചില്ല. അത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യാപനശേഷി കുറഞ്ഞ ആയുധങ്ങളടക്കമാണ് സ്കാൽപ്പ് എന്ന ആയുധം അത് ഉപയോഗിച്ചത്. ഇന്ത്യ വിശദീകരിക്കുമ്പോൾ തിരിച്ചങ്ങനെയല്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച പാകിസ്ഥാൻ ഇപ്പോഴും അതിർത്തിയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. 15 ഗ്രാമീണർ മരണപ്പെട്ടു എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ തിരിച്ചടി എന്നത് വീണ്ടും സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. നേരത്തെ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ രാത്രിയിലാണ് ഇന്ത്യ ആക്രമിച്ചത് എങ്കിൽ പകൽ ആക്രമിക്കാൻ ശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ അത് സൈന്യത്തിന് നേരെയായിരിക്കണം. അത് സൈനിക മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. പക്ഷേ ആ മര്യാദകൾ പാലിച്ചുകൊണ്ടല്ല ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെക്കുന്നു. സൈന്യത്തിന് നേരെയുള്ള ഏറ്റുമുട്ടലല്ല. ഇതാ ദൃശ്യങ്ങളിൽ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ പുറത്തു വരികയാണ്. ഇന്ത്യൻ ഗ്രാമീണർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ. പൂഞ്ചിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രാമീണർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നിരപരാധികൾക്ക് നേരെ പാകിസ്ഥാൻ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ട്, ഭീകരരെ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് പകരം വീട്ടുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനം ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷെല്ലുകൾ തുടർച്ചയായിട്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിലാണ് ഇപ്പോൾ 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. നേരത്തെ ഇന്ത്യൻ സൈന്യം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് എന്ന്. 15 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. 43 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇന്ത്യ ഇനിയും തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന വരികയാണ്. ഭീകര ക്യാമ്പുകൾ അമർച്ച ചെയ്തിട്ടും പാകിസ്ഥാൻ അടങ്ങുന്നില്ല എന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിർത്തിയിൽ കാലങ്ങളായി സംഘർഷം നിലനിന്നിരുന്നതായിരുന്നു. അവിടെയാണ് സമാധാനം പുലരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നിരവധി വിദേശികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കമുള്ളവർ കശ്മീരിലേക്ക് ഒഴുകുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ത്യയുടെ കശ്മീർ മാറുമ്പോഴാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചത്. അശാന്തി സൃഷ്ടിക്കുക എന്നത് രാജ്യത്ത് വിഘടനവാദം ശക്തമാക്കുക, അങ്ങനെ മതപരമായ ഏറ്റുമുട്ടലിലേക്ക് രാജ്യത്തെ തള്ളിവിടുക എന്ന ലക്ഷ്യമൊക്കെ ആയിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. എങ്കിൽ അതെല്ലാം തകർത്തുകൊണ്ട്
നൽകുകയും ഇന്ത്യ തിരിച്ചടി നൽകുകയും ചെയ്യുമ്പോൾ വീണ്ടും കലാപകലുഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ പാകിസ്ഥാൻ സൈന്യം ശ്രമിക്കുന്നു. അതിന്റെ നേർക്കാഴ്ചയായി ഇത് മാറുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, പൂഞ്ചിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ ഇന്ത്യൻ ഗ്രാമീണർക്ക് നേരെയാണ് പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായി ഷെല്ലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടില്ല. തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുകയും അവരെ മാത്രമാണ് ഉന്മൂലനം ചെയ്യുകയെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിയുതിർക്കുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ പാകിസ്ഥാനിന്റെ തിരിച്ചടി എന്നത് സാധാരണക്കാർക്ക് നേരെയാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ്, പ്രായമായവർക്ക് നേരെയാണ്. സൈനികമായ ഏറ്റുമുട്ടലിനല്ല പാകിസ്ഥാൻ ഇപ്പോഴും തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണമല്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ ഗ്രാമവാസികൾ ഉൾപ്പെടെയുള്ളവർ, പൂഞ്ച് അടക്കമുള്ള അതിർത്തി മേഖലകൾ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി നമ്മുടെ രാജ്യം സുരക്ഷയൊരുക്കുന്ന ഇടത്തേക്ക് സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ആണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. ഷെല്ലാക്രമണമാണ് ഈ മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തി മേഖലകളിൽ ഉള്ളവർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്. ബങ്കറുകളിൽ അടക്കം ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത താവളം ഒരുക്കി തുടരണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. അവിടങ്ങളിലെല്ലാം ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വാഹനങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. 15 സാധാരണക്കാരായ ആളുകൾ അതിർത്തിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ആക്രമണം. 43 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായും ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി ഇന്ത്യ നടത്തിയ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിൽ തുടർച്ചയായി അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുക തന്നെയാണ്. പാകിസ്ഥാന് തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകളൊക്കെ തുടർന്നിരുന്നു. പ്രധാനമന്ത്രി സൈന്യത്തിന് തുടർന്നും ആക്രമണം തുടരാം എന്ന നിർദ്ദേശമടക്കം നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെ കലാപകലുഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു. സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പാകിസ്ഥാൻ തുടർച്ചയായി വെടിയുതിർക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണം അടക്കം നടത്തുന്നു. ആ ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരണപ്പെടുന്നത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 15 ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 43 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 15 ഗ്രാമവാസികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെയുള്ള ചൊല്ലുപോലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സേനയ്ക്ക് നേരെ നേരിട്ട് പോരാട്ടത്തിന് ശേഷിയില്ലാതെ അതിർത്തിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തുന്നത്. LOCയിൽ പൂഞ്ചിലും രജൌരി മേഖലയിലേക്കാണ് ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. അവിടുത്തെ ഗ്രാമീണരായ സാധാരണക്കാരായ മനുഷ്യരാണ്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മനുഷ്യർക്ക് നേരെയാണ്, അവരുടെ വീടുകൾക്ക് നേരെയാണ് ഇപ്പോൾ തുടർച്ചയായ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. സിന്ദൂറിന് ഒരു രണ്ടാമത് സിന്ദൂർ 2 ഉണ്ടാവാനുള്ള സാധ്യത കൂടി പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തുകയാണോ എന്ന് വേണം പറയാൻ. ഇന്ത്യ കൃത്യമായി തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ, ഭീകരരുടെ താവളങ്ങൾക്ക് നേരെ ലക്ഷ്യമിട്ട് അവിടെ മാത്രമാണ് ആക്രമണം നടത്തിയതെങ്കിൽ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടരുതെന്ന് ഇന്ത്യൻ സേനയ്ക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെങ്കിൽ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ പോലും ആക്രമണം നടത്താതെ കൃത്യമായി ഭീകര താവളങ്ങൾക്ക് നേരെയും ഭീകരർക്ക് നേരെയുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം കണ്ട് വെച്ചതെന്നും അവിടെ ആക്രമണം നടത്തിയതെങ്കിൽ ഈ പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചടിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമാണ്. അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുക എന്നുള്ളത്. അതിന് കാര്യമായ ഇന്റലിജൻസ് സംവിധാനമോ കാര്യമായ സൈനിക സംവിധാനമോ ഒന്നും ആവശ്യമില്ല. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അത്തരത്തിലൊരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ഏതു ഭാഗത്തേക്കും ഇന്ത്യക്ക് അത്തരത്തിൽ തിരിച്ചടി നൽകാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആ കേന്ദ്രങ്ങളിലേക്ക് തന്നെ തിരിച്ചടി നൽകാനാണ് ഇന്ത്യക്ക് കഴിഞ്ഞതെങ്കിൽ അത്രത്തോളം ശേഷിയുണ്ട് എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിട്ടും പാകിസ്ഥാനിലെ അരക്ഷിതാവസ്ഥയാവണം അല്ലെങ്കിൽ സൈന്യം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സൈന്യത്തിന്റെ ശ്രമം ഒരു ഭാഗത്തും മറുഭാഗത്തെ ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമാകണം. എങ്ങനെയെങ്കിലും തിരിച്ചടിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഷെല്ലുകൾ വർഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം, അല്ലെങ്കിൽ ഒരു തരത്തിലും ഇന്റലിജൻസ് ആവശ്യമില്ലാത്ത ഒരു മാർഗത്തിലേക്ക് അവർ താഴ്ന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനിയും തിരിച്ചടിക്കാൻ